പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് ദൈവമാതാവിൻ്റെ ഈ അത്ഭുത കത്തീഡ്രൽ പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ നടക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈ സമയം പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളെയും, സാമ്പത്തിക തകർച്ചകളെയും, തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങളെയും, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളെയും, മാനസികവും ശാരീരികവും ആത്മീയമായ പീഡകളെയും, സാത്താൻ്റെ നിരന്തരമായ ആക്രമണങ്ങളെയും, പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലൂടെ കടന്നു വരുന്ന, വിശ്വാസ ജീവിതത്തെ തകർക്കാൻ കടന്നു വരുന്ന, കുടുംബജീവിതത്തെ തകർക്കാൻ കടന്നു വരുന്ന എല്ലാ ദുരാത്മാക്കളെയും, നെഗറ്റീവ് എനർജികളെയും, ബാധകളെയും, പ്രത്യേകിച്ച് മേൽഗതി കിട്ടാതെ ഒരു കുടുംബം രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ദൈവകൃപകൾ നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, കലഹങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആത്മഹത്യ ചിന്തകളും അകാരണ ഭയത്തിലും ദുഃഖത്തിലും വേർപാടിൻ്റെ വേദനകളിലൊക്കെ കഴിയുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ അത്ഭുത ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഡെലിവറൻസിൻ്റെ ആധ്യാത്മിക ശക്തി നിങ്ങൾക്കെല്ലാവർക്കും വിടുതൽ നൽകിയ ഈ സമയത്ത് തന്നെ അനേക രോഗികൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകൾ, മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, ആത്മഹത്യ ചിന്തകൾ, മദ്യത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് അതിൽ നിന്ന് വിട്ടുമാറണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ചില വ്യക്തികൾ കുടി നിർത്തണം, മദ്യപാനം നിർത്തണം, കുടുംബം നോക്കണം, മക്കൾക്ക് അനുഗ്രഹമായി മാറണം, കുടുംബത്തിന് അനുഗ്രഹമായി മാറണം എന്ന് ആഗ്രഹിച്ചിട്ടും അതവർക്ക് സാധിക്കാനാവാത്ത വിധത്തിൽ അവരെ പിടികൂടിയിരിക്കുന്ന എല്ലാവിധ പൈശാചിക പീഡകളെയും ഇന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക പീഡകൾ പ്രബലപ്പെടുന്നു എന്നതിൻ്റെ അടയാളം ഒന്ന്, പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസത്തിലും മടുപ്പ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, സാത്താൻ, പൈശാചികത, തിന്മയുടെ അരൂപി പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ കൂദാശകളോടും വിശുദ്ധ കുർബാനയോടും പള്ളിയോടും എതിർപ്പും താല്പര്യക്കുറവും തോന്നി തുടങ്ങി എങ്കിൽ അതൊരു സാധാരണ കാര്യമായിട്ട് കരുതരുത്. നേരെ മറിച്ച് നിങ്ങളിൽ നിന്ന് ദൈവകൃപ എടുത്തു മാറ്റാനുള്ള സാത്താൻ്റെ ഒരു കുതന്ത്രമാണ്. നിങ്ങൾ ദേവാലയവുമായി അടുത്തിരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വരുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, ദേവാലയത്തോടും ദേവാലയത്തിലെ കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കുമ്പോൾ സാത്താന്, പൈശാചികതയ്ക്ക് നിങ്ങളുടെ മേൽ യാതൊരുവിധ സ്ഥാനം ഉണ്ടാവില്ല. എന്നാൽ തെറ്റായ ബോധ്യങ്ങൾ നിമിത്തം, തെറ്റായ അറിവുകൾ നിമിത്തം, തെറ്റായ താല്പര്യങ്ങൾ നിമിത്തം ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ളൊരു ദുഷ്പ്രേരണ നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് സാത്താൻ നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്.
അങ്ങനെ തുടക്കത്തിൽ തന്നെ സാത്താനെ തടയണം. സാത്താന് ജീവിതത്തിൽ അവസരം കൊടുക്കരുത്. ഒരുപക്ഷെ നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, പള്ളി പോയില്ലേലും കുഴപ്പമില്ല എന്നുള്ള ചിന്തകൾ വരുമ്പോൾ താൽക്കാലികമായ സുഖങ്ങൾ അത് തരും. ഒരുപക്ഷെ ടെലിവിഷൻ കണ്ടിരിക്കാനും മൊബൈൽ ഫോൺ നോക്കിയിരിക്കാനും കിടന്നുറങ്ങാനും അത് താൽക്കാലികമായ സുഖങ്ങളാണ്. പക്ഷെ അത് ദൈവകൃപ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കാരണമാകും. ദൈവകൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. ശാപമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശപിക്കുന്നുണ്ടെങ്കിൽ ആ ശാപങ്ങൾ നമ്മളെ പ്രബലപ്പെടണമെങ്കിൽ നാം ദൈവകൃപയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കണ്ണുവെക്കലുകളോ അസൂയകളോ ശാപവാക്കുകളോ നമ്മളിൽ പ്രബലപ്പെടുകയില്ല, നമ്മളെ യേശുകയില്ല. നേരെ മറിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന്, വചനത്തിൽ നിന്ന് അകന്ന്, ജപമാലയിൽ നിന്ന് അകന്ന്, പള്ളിയിലെ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് നമ്മൾ സുഖത്തിനും നമ്മുടെ ചെറിയ ചെറിയ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ താൽക്കാലികമായി നമ്മൾ വിജയിച്ചെന്ന് തോന്നും. എന്നാൽ ഈ നെഗറ്റീവ് എനർജി പതുക്കെ പതുക്കെ പിടികൂടുകയും അത് ദൈവകൃപ നമ്മളിൽ നിന്ന് അകറ്റുകയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ നഷ്ടങ്ങൾ വരാം, കടങ്ങൾ വരാം, കലഹങ്ങൾ വരാം, കുടുംബ തകർച്ചകൾ വരാം, അപകടങ്ങൾ വരാം, എന്ത് ചെയ്തിട്ട് മേൽഗതി കിട്ടാത്ത അവസ്ഥകൾ വരാം. കുഞ്ഞുങ്ങളുടെ പഠനം പെട്ടെന്ന് ബ്ലോക്കാകാം, പെട്ടെന്ന് കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകാം, അവരെ ഉപദേശിച്ചിട്ടും അവരെ നേരെയാക്കാൻ പറ്റാത്ത വിധത്തിലാകാം. അങ്ങനെ ബോധോച്ചാടകരും ആധ്യാത്മിക പിതാക്കന്മാരും ഈ വക കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായിട്ട് സഭാപിതാക്കന്മാരും പറയുന്നുണ്ട്. ആയതിനാൽ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത്. പിശാചിന്, പ്രലോഭനങ്ങൾക്ക്, നെഗറ്റീവ് എനർജികൾക്ക് അവസരം കൊടുക്കരുത്. ആയതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ വചനം കേൾക്കുന്ന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളമാണ് ഈ വചനം കേൾക്കുന്നതും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതും. ഇത് യേശു ആഗ്രഹിച്ച ഒരു ശുശ്രൂഷയാണ്. കാരണം സാത്താനെ ബന്ധിക്കാനാണ് കർത്താവ് വന്നത്. വിശുദ്ധ കുർബാന ഈ ശുശ്രൂഷയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന അവരുടെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ യാത്രകളെയും അവരുടെ വസ്തുവകകളെയും കാർഷിക മേഖലകളെയും തൊഴിൽ മേഖലകളെയും ബാധിക്കുന്ന തിന്മകളെ തുടക്കത്തിലെ ബഹിഷ്കരിക്കാനാണ്. പ്രിയപ്പെട്ടവര്, ആ ഒരു കൃപയാണ്, ആ ഒരു അനുഗ്രഹമാണ്, ആ ഒരു സംരക്ഷണമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എത്രയോ പേരാണ് പ്രാർത്ഥിക്കുന്നത്. ഭവനം പൊളിച്ച് ഇപ്പോൾ ഷെഡിലൊക്കെ കഴിഞ്ഞ് പുതിയൊരു ഭവനം ഉണ്ടാകാം എന്ന് അവർ ആഗ്രഹിച്ച് അതിന് പുതിയ വീടിന് പണിയൊക്കെ ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത എത്രയോ പേര് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ചതിക്കപ്പെട്ടു പോയി. അപ്പോൾ ഈ ചതി എന്ന് പറയുന്നത് ഒരു മനുഷ്യ വ്യക്തികളിലൂടെ ആകാം, തിന്മകളിലൂടെ ആകാം. ഈ ചതി നമ്മൾ അതിൽ പെട്ടുപോകുന്നതിന് കാരണം നമുക്ക് ദൈവകൃപ നമ്മുടെ മേലുണ്ടാകാഞ്ഞതാണ്. ദൈവത്തിൻ്റെ കൃപയുള്ളപ്പോൾ ഈ ചതിപ്രയോഗങ്ങളോ ശുദ്രപ്രയോഗങ്ങളോ കൂടോത്രങ്ങളോ അസൂയകളോ പരദൂഷണങ്ങളോ നിങ്ങളെ താഴ്ത്തിക്കെട്ടലോ നിങ്ങളുടെ തൊഴിലെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളോ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികളോ ശക്തികളോ പ്രബലപ്പെടുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഇന്നേ ദിനം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഒരിക്കൽ കൂടെ നമ്മുടെ വിശ്വാസം നമ്മളെ ഏറ്റുപറയുക. കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ.
ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ മാരകപാപങ്ങളിൽ നിന്നും, എല്ലാ നിരാശകളിൽ നിന്നും, മാനസിക രോഗങ്ങളിൽ നിന്നും, വിഷാദങ്ങളിൽ നിന്നും, അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകളിൽ നിന്നും, സന്തോഷമില്ലാത്ത അവസ്ഥകളിൽ നിന്നും, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാനാവാത്ത അവസ്ഥകളിൽ നിന്നും അത്ഭുതകരമായ ഒരു വിടുതല്, വിമോചനം നൽകുന്നതായിട്ട് അച്ഛന് കാണാൻ പറ്റുന്നുണ്ട്. വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, തുറവിയോടെ, എളിമയോടെ, പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. നിങ്ങളോടൊപ്പം സഭയുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്, ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയുണ്ട്, ഈ റോമൻ കത്തോലിക്ക സഭയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആയതിനാൽ കർത്താവിൻ്റെ ശക്തിയിലും കരുത്തിലും നിങ്ങൾ ശക്തിയുള്ളവരാകുക. ദൈവത്തിൻ്റെ പ്രഭാവത്തിലും കരുത്തിലും നിങ്ങൾ ശക്തി പ്രാപിക്കുക. നമുക്ക് ഇന്ന് കർത്താവ് തരുന്ന വചനഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തനമാണ് കർത്താവ് നമുക്കായി ഇന്ന് നൽകുന്നത്. 66-ാമത്തെ അധ്യായമാണ്. അതിലൊന്നാമത്തെ തിരുവചനമാണ് ഇന്ന് നമുക്ക് ഡെലിവറൻസ് നൽകുന്നത്. സാധിക്കുന്നവർ അന്നേ ദിനം പല ആവർത്തി ആ വചനം വായിക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ, നിരാശ വരുമ്പോൾ, വിഷമതകൾ വരുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഏതെങ്കിലും നിയോഗങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അതിന് പോകുമ്പോൾ ഈ വചനം ഉരുവിട്ടുകൊണ്ട് പോകുക. വചനം ഇങ്ങനെയാണ്: ഭൂവാസികളെ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. രണ്ടാമത്തെ വചനം പറയുകയാണ്: അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാ ഇന്ന് വിമോചനം നൽകാൻ കർത്താവ് നമുക്കായി നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആയുധമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. സങ്കീർത്തനം 66, 1, 2 വചനങ്ങൾ: ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാരണം ആ ദൈവം സകലത്തിൻ്റെ അതിനാഥന, കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവ. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആയതിനാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ദൈവജനങ്ങളുടെ മേൽ, ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ, അവർ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടാണെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ മേൽ, എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സമ്പത്ത്, ഒരു പുതിയ കുടുംബം, ഒരു പുതിയ ജീവിതം അവർക്കെല്ലാവർക്കും കൊടുക്കണമേ. നിരാശകളും വിഷാദങ്ങളും ആകുലതകളും അകാരണ ഭയങ്ങളും ദുഃഖങ്ങളും ആ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സ്തുതിച്ച് 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 സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല 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 റിയ 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 റിയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. കൃപകള്, വരങ്ങള്, ദാനങ്ങള് ഈ ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാവരും ഏറ്റവും ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ
എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ശുശ്രൂഷയിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിന്നെ ഞാൻ മോചിക്കുന്നു. എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് രക്ഷയും സൗഖ്യവും ലഭിക്കുമാറാകട്ടെ. നീ ജീവിക്കുന്ന മേഖലകളിൽ, നീ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനകളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ. നിന്റെ വാഹനങ്ങൾ, നിന്റെ വസ്തുവകകൾ, കാർഷിക മേഖല, തൊഴിൽ മേഖല എല്ലാ അശുദ്ധതയിൽ നിന്നും മോചിക്കപ്പെടട്ടെ. എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും അശുദ്ധാത്മാക്കള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രകൃതി വിരുദ്ധ ശക്തികളെ യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. തെറ്റായ ബന്ധങ്ങളെ, തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ അറിവുകളെ, കലഹങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Caccia via da loro le forze del male, annientale, distruggile, perché questo popolo possono stare bene e operare bene. In the name of my priesthood, the name of Jesus, I rebuke, I command every spirit of evil to depart from you. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചൊവ്വാഴ്ച മുതൽ രാവിലെ 11 മണിക്കും ഈ ദേവാലയത്തിൽ കുർബാനയും അന്തോനിസ്നാളിൻ്റെ നൊവേനയും ഉണ്ടായിരിക്കും. കാരണം രാവിലെ മുതൽ തന്നെ അനേകം പേര് ഇവിടെ വൈദികരെ കാണാനും എന്നോട് സംസാരിക്കാൻ, എന്നെ കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ വൈകുന്നേര സന്ധ്യയ്ക്ക്, രാത്രി വൈകി ആൾക്കാർക്ക് വരാൻ പ്രയാസമുള്ളവർക്കും അവർക്ക് 11 മണിക്ക് കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. അപ്പം അതിന് മുൻപായി അരമണിക്കൂർ, കാരണം നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റും ഒരുപാട് സ്കൂളുകൾ ഉള്ളത് കൊണ്ട് വലിയ സ്വരത്തിൽ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ചെറിയ സ്വരത്തിൽ അച്ഛൻ്റെ ചെറിയ ഡെലിവറൻസ് പ്രാർത്ഥനയും രോഗശാന്തി ശുശ്രൂഷയും ഒരു അരമണിക്കൂർ ഉണ്ടാകും. തുടർന്നാണ് കുർബാന, അന്തോനിസ്നാളിൻ്റെ നൊവേന, ചെറിയ നേർച്ച ഭക്ഷണം. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, വൈകുന്നേരം 5 മണിക്ക് കുർബാന, തുടർന്ന് 6 മണി മുതൽ 8:30 മണി വരെ വചനം കൊണ്ട് അച്ഛൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡെലിവറൻസിൻ്റെയും രോഗശാന്തിയുടെ ശുശ്രൂഷ. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വൈകുന്നേരത്തെ ശുശ്രൂഷ പങ്കെടുക്കാനാണ്. 8:30 മണി വരെയാണ്. നേർച്ചക്കഞ്ഞ് കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാനുള്ള വാഹനങ്ങൾ വൈകുന്നേരം രാത്രിയിൽ ഇവിടെ ഒരുക്കുന്നതാണ്. അപ്പം ഞാൻ അതിനാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും ഇപ്പോൾ ഈ പള്ളിയിൽ രാവിലെ 6:45 കുർബാന, അന്തോനിസ്നാളിൻ്റെ നൊവേന, 8:30 മണിക്ക് ആരാധന, 11 മണിക്ക് കുർബാന, അന്തോനിസ്നാളിൻ്റെ നൊവേന, വൈകുന്നേരം 5 മണിക്ക് കുർബാന, 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷകൾ. സ്നേഹത്തോടെ എല്ലാ ചൊവ്വാഴ്ചകളെയും ഞാൻ ക്ഷണിക്കുക. ഈ ശനിയാഴ്ചയാണ് ജൂൺ 13-ാം തീയതി അന്തോനിസ്നാളിൻ്റെ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുക. വൈകുന്നേരം 5 മണിക്കാണ് കുർബാന. സാധിക്കുന്നവർ, അതിനുശേഷം ഊട്ടുനേർച്ചയാണ്. സാധിക്കുന്ന എല്ലാവരെയും അടുത്ത ശനിയാഴ്ച നിങ്ങളെ സ്നേഹപൂർവ്വം ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് ഒരു 7-7:30 ആകുമ്പോൾ ഊട്ടുനേർച്ച കഴിച്ച് നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ധനം കൊണ്ടും ശ്രമം കൊണ്ടും ഈ ഊട്ടുനേർച്ചയെ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ആർക്കെങ്കിലും ഊട്ടുനേർച്ചയിൽ ചെറിയ സഹായങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അവർക്ക് നൽകാവുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.